ആദ്യമായിട്ട് ഞാനൊരു ക്ഷമ പറയട്ടെ, ഈ പുസ്തകം വായിച്ച് തീർത്തിട്ടില്ല, ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ വിദ്യയോട് പറയുന്നത്, ഈ പുസ്തകം ശാരീരികമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്റെ ആദ്യ വാസന വായിച്ച് ഒറ്റ തുമ്മലാണ് തുടങ്ങിയത്. ഇപ്പൊ തുടങ്ങിയതാണ് എനിക്ക് തുമ്മിക്കുന്നു. കഥകളെ കുറിച്ച് പറയുന്നത് ചരിത്രം ശാരീരികമായി ബാധിക്കുന്ന കഥകളാണ് എഴുതുപോലെ. തമാശ ആണ്. എനിക്ക് ഈ പരിപാടിയില് ഞാൻ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് എങ്കിലും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം വളരെ കൃത്യമായ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാധാരണ പുസ്തക പ്രകാശനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിലൊരു യാന്ത്രികത ഉണ്ടാവും. ആ യാന്ത്രികത ഒട്ടുമില്ല, വളരെ ജൈവികമായിരുന്നു. മാഷ് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. ശശിമാഷ് മകളുടെ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതില് വിദ്യക്ക് ആശംസ നേരാൻ വേണ്ടി തെരഞ്ഞെടുത്ത് വിദ്യ എത്രയോ കാലമായി എന്റെ പരിചിതമായ സുഹൃത്താണ്. എന്റെ ജൂനിയർ ഗവേഷകയാണ്. കല്ല് സർവകലാശാലയിലെ ജൂനിയറാണ് വിദ്യ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ നോവൽ ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും വിദ്യയോ ഉപ്പുവറ്റയോ അല്ലെങ്കിൽ ചിന്നി സ്ഥലത്തെ പുസ്തകമോ ഒക്കെ വായിച്ച ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യക്ക് ആഖ്യാനത്തിൽ കഥനത്തിലുള്ള എത്രത്തോളം തനിക്ക് ശേഷിയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം വിദ്യക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ഷഹറസാദ് എന്ന് പറയുന്ന കഥാപാത്രം നാം ശീർഷകമായി സ്വീകരിച്ചത് വിദ്യയുടെ ആത്മവിശ്വാസത്തെ സ്ഫുരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഈ സജയ് മാഷും രാമണി മാഷും പറഞ്ഞതുപോലെ ഷഹറസാദ് ഈ ഷഹ്രിയാർ രാജാവിന്റെ പത്നിയാവാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് സ്വയം തീരുമാനിക്കുമ്പോൾ താൻ മരണത്തിലേക്കല്ല പോകുന്നത്, ജീവിതത്തിലേക്കാണ് എന്ന് അവൾക്ക് ഉറപ്പുള്ളത് കഥ പറയാനുള്ള തന്റെ ശേഷിയിലുള്ള ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം വിദ്യക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വിദ്യക്ക് വരുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട്. വിദ്യയുടെ പ്രദേശം ചെറുപ്പൂര് നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗങ്ങളില് അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ മേഖലയിൽ എനിക്ക് വേറൊരു സവിശേഷത കൂടിയിട്ട് കാസർഗോഡ് പ്രതിനിധിയായിട്ടാണ് ആശംസ നേരിടുന്നത്. കാസർഗോഡാണ് ഞാൻ വരുന്നത്, ജോലിയായിട്ട് കാസർഗോഡാണ്. ഈ പ്രദേശം ചെറുവത്തൂര് കാഞ്ഞങ്ങാടിനും ചെറുവത്തൂരിനും ഇടയിലുള്ള പ്രദേശത്ത് ധാരാളം കഥനങ്ങളുള്ള കഥകൾ എന്നൊരു ഭൂമിക്കാണ്. നല്ല നിലയിലുള്ള കഥകൾ, അനക്ടോട്ടുള്ള നല്ല കഥകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. ആ കഥകളൊന്നും എന്താ പറയാ വീണ്ടും നിലയിൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോഴാണത് കുറച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പി വി ഷാജികുമാറിന്റെ മരണവംശം കഴിഞ്ഞ ദിവസം വന്നു. കുറച്ചു മുമ്പ് കെ പ്രസാദിന്റെ പൊനം വന്നു. അപ്പൊ ഈ ഭൂമികയില് ഞാനിങ്ങനെ മറച്ചു നോക്കുമ്പോൾ ഇതിൽ കണ്ട ഒരു പ്രയോഗം, പെട്ടെന്ന് കണ്ട ഒരു പ്രയോഗം പറയട്ടെ. ആരതെനിക്ക് പേരിട്ടിനെ അമ്മ ഓര് പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ പോയിനെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ള നിഷേധക്രിയക്ക് ആക്കിയിട്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂപ്രദേശമാണ്. അത് കാസർഗോഡിന്റെ ഭാഷ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ചെറുവത്തൂരിൽ മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള അയ്യൂരിലേക്ക് ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭൂമികയിൽ നിന്നുള്ള ഒരു ഭാഷണ ശൈലിയാണ് ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയാം, ആക്കിയില്ല ചെയ്തില്ല എന്നാണ് പറയാം. അപ്പൊ ആദ്യം ഞാൻ എനിക്ക് ഭയങ്കര അപരിചിതം തോന്നിയിട്ട് എന്താണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രദേശത്ത് നിന്നാണ് വിദ്യ വരുന്നത് എന്നതിനാൽ തന്നെ കഥനത്തിൽ വിദ്യയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യ ആരംഭം മാത്രമായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ബൃഹത്തായ ക്യാൻവാസിലുള്ള രചനകൾ നിശ്ചയമായിട്ട് വിദ്യക്ക് ചെയ്യാൻ പറ്റും. വിദ്യയുടെ നാട്ടിൽ നിന്ന് തന്നെ അതിനുള്ള ധാരാളം എന്താ പറയാ കഠിന മാതൃകകൾ വിദ്യക്ക് കണ്ടെടുക്കാൻ കഴിയും. അത് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശേഷി ഇതിനകം വിദ്യ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകൾ നേരിടുന്നു. ഇത് ധാരാളം വായിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തുടർ ആലോചനകളിൽ, തുടർ എഴുത്തുകളിലെ കുറെക്കൂടി വലിയ ക്യാൻവാസിലുള്ള അത് നിർബന്ധ ബുദ്ധിയിൽ പറയല്ല കേട്ടോ. അപ്പൊ ചിലപ്പോൾ ലഘു ആഖ്യാന പാരമ്പര്യം മലയാള നോവൽ എക്കാലത്തുണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച ബഷീറോ മാതൃകുട്ടിയോ ഒക്കെ ലഘു ആഖ്യാന പാരമ്പര്യത്തിന്റെ തവഴിയിലുള്ള ഒരു വിദ്യാർത്ഥിക്ഷേത്രതാവാം. അതുകൊണ്ട് ബൃഹത്തായ ക്യാൻവാസിലേക്ക് നിർബന്ധപൂർവ്വം മാറേണ്ടതില്ല. എങ്കിൽ കൂടി എന്താ പറയാ കഥാപാത്രങ്ങൾ പൂർണ്ണമാകുന്ന ഒരു വലിയ ഭൂമികയുടെ കഥ എഴുതാൻ വിദ്യക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് ഒരിക്കൽ കൂടി ധാരാളം വായനക്കാരുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.